ഹലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നോട്ട്ബുക്ക് ഫ്രണ്ട് പേജ് ഐഡിയാസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. നമ്മളെ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ മതി സാധാ നോട്ട്ബുക്ക് എടുക്കുക, അതിൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരുന്നൊക്കെയാണ് എൻ്റെ നിഗമനം. ഇനി ഇതൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വന്നില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരിയല്ല കേട്ടോ. എന്തായാലും 4 ഐഡിയാസാണ് ഞാൻ കാണിച്ചു തരുന്നത്. 2 എണ്ണം ചെയ്ത് വരുമ്പോഴാണ് എനിക്കിതൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാലോ എന്ന് തോന്നുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും വെറുതെ ഇരിക്കല്ലേ, വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 2 മാസം വീഡിയോ ഇടാതിരുന്ന കാരണം തന്നെ ഇപ്പം കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ പോയി കാണുക. അതിൽ ഞാൻ എന്തുകൊണ്ട് 2 മാസം വീഡിയോ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണേലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ ഓണം വെക്കേഷനൊക്കെ എന്നെക്കൊണ്ട് ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ ഇപ്പോൾ സോഷ്യലാണ് എനിക്ക് എക്സാം. ആർക്കൊക്കെ എക്സാം ഉണ്ട് ഇല്ല എന്നൊന്നും എനിക്കറിയില്ല. ചില സ്കൂളിനുണ്ട്, ചില സ്കൂളിനില്ല, അങ്ങനെയാണ് വരുന്നത്. ചില സ്കൂളിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഞാൻ വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുക. അപ്പം നാളെ മുതൽ നമ്മളെ സ്കൂളിൽ മൗലൂദൊക്കെ വരുന്നുണ്ട്. കാരണം നബിദിനൊക്കെ ആണല്ലോ വരുന്നത്. പിന്നെ നാളെ എന്നെക്കൊണ്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുക. ഇനിയിപ്പം നാളെ എന്തായാലും എന്നെക്കൊണ്ട് ഇടാൻ പറ്റില്ല. നാളെ മൗലൂദ്, അത് കഴിഞ്ഞിട്ട് മറ്റന്നാളത്തെ എക്സാമിൻ്റെ എല്ലാം കൂടി വന്നിട്ട് വീട്ടിൽ പഠിക്കണമല്ലോ. എന്നെക്കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും പോസിറ്റീവായിട്ട് പറ്റുമെന്ന് തന്നെ നമുക്ക് ചിന്തിച്ചിരിക്കാം. എല്ലാം അന്നേരം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മാറുന്നതാണല്ലോ. അപ്പോൾ പിന്നെ അതും മാറിയാലോ. അതുകൊണ്ട് എനിക്കൊന്നും മുൻകൂട്ടി ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നിൽക്കുക. പിന്നെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ പറഞ്ഞ് നമ്മുടെ സംഭവം തീരാനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ എനിക്ക് പറഞ്ഞു തരിക. ഞാൻ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഇത് ചെയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാം ഞാൻ ചെയ്തിട്ട് കാണിച്ച് തരണ്ട്. എന്തായാലും അതിനൊരു സമയം വരട്ടെ. ഞാൻ തീർച്ചയായും ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയാണെങ്കിൽ എനിക്ക് ഒരു ബുക്കിൽ കണ്ടൻസൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാകെ ഇരുന്ന് ചെയ്ത് വീഡിയോ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ കുറേ കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. എല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം എല്ലാവരും കുറച്ച് കമൻറ്റ്സൊക്കെ ഇട്ടോളൂ. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ജേർണലിംഗ് ഒന്നും ഇല്ലാതെ നടക്കുന്നത് എക്സാമൊക്കെ ആയതുകൊണ്ടാണ് സിമ്പിൾ കാര്യങ്ങൾ കാണിക്കുന്നത്. കഴിഞ്ഞിട്ട് എല്ലാത്തിലേക്കും നമ്മൾക്ക് റിക്കവർ ചെയ്ത് വരാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് പേജ് ഐഡിയാസ്. അപ്പോൾ ഇത്രയും